കഴിഞ്ഞ വർഷം കുറെ പബ്ലിക് സെക്ടറുകൾ ലാഭത്തിലായി. അത് വളരെ ഒരു നല്ല കാര്യം. വേണ്ടത്ര ഈ എണ്ണ അനുസരിച്ചുള്ള ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ പബ്ലിക് സെക്ടർ എല്ലാം എഫിഷ്യൻ്റ് ആയിട്ടങ്ങ് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അതിന് സാധിക്കുന്നുള്ളതിന് ഒരു സംശയം. കെൽട്രോൺ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് വളരെ വലിയൊരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് അവരുടെ ടേൺ ഓവർ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പബ്ലിക് സെക്ടറിൽ അതിന്റെ വരുന്നവും പോകുന്ന പണത്തിന്റെ കണക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ, പിന്നെ എന്താണ് അങ്ങോട്ട് പ്രയോജനം? കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നിർദ്ദേശങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം പൊതുവെ അത്ര മെച്ചമല്ല എന്നാണ് പൊതുവെ കണ്ടുവരാറുള്ളൊരു കാര്യം. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ പറയാൻ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് നല്ല സാമർഥ്യം ഉണ്ടെങ്കിലും അത് നടപ്പാക്കുന്ന കാര്യം വരുമ്പോൾ വേണ്ടത്ര ഒരു പുരോഗതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്ന് പ്രശ്നമുണ്ട്. ഇപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പബ്ലിക് സെക്ടറുള്ള സംസ്ഥാനം കേരളമാണ്. 149 പബ്ലിക് സെക്ടറുണ്ട്. ഈ 149 പബ്ലിക് സെക്ടറിൽ പകുതിയോളം പബ്ലിക് സെക്ടർ നഷ്ടത്തിലാണ് പോകുന്നത്. മാത്രവുമല്ല, ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ ഏറ്റവും കൂടുതലാണ്. ഒരു വർഷം നമ്മൾ പബ്ലിക് സെക്ടറിലേക്ക് 10-13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പകുതി പബ്ലിക് സെക്ടർ നഷ്ടത്തിലാണ്. അത് മൊത്തത്തിൽ ഇതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 1 ലക്ഷം കോടിയിൽ ഒരു 33,000 കോടിയോളം നെറ്റ് വർത്ത് കുറവായിട്ടാണ് ഇരിക്കുന്നത്, നെഗറ്റീവാണ്. ഇപ്പോൾ പബ്ലിക് സെക്ടറിൽ അങ്ങോട്ട് ഇട്ടിരിക്കുന്ന പണം മുഴുവൻ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നെഗറ്റീവായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൻ്റെ അക്കൗണ്ട് സമയത്തിൽ തീർക്കണം. ഓരോ വർഷവും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പബ്ലിക് സെക്ടർ അക്കൗണ്ട് ഒരു പർട്ടിക്കുലർ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് അതിന് വേണ്ടിയിട്ടൊരു ശ്രമം ഞാൻ നടത്തി. അടുത്ത കാലത്ത് അങ്ങനെ ഒരു ശ്രമം നടത്തി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയൊക്കെ ശ്രമം നടത്തിയിട്ടും ഇതിൻ്റെ അക്കൗണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടില്ല. പകുതി പബ്ലിക് സെക്ടറിനെ അക്കൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ ഈ അപ് ടു ഡേറ്റ് ആയിട്ട്. ബാക്കി പബ്ലിക് സെക്ടറിനെല്ലാം അക്കൗണ്ട് ഒരു 8 കൊല്ലം മുതൽ 1 കൊല്ലം വരെ കുടിശ്ശികയിലാണ്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യം, ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഒരു കമ്പനിയുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്താണ്? അക്കൗണ്ടിങ്. വന്ന പൈസയിലും പോകുന്ന പൈസയിലും കണക്കെഴുതി വയ്ക്കുക. അപ്പോൾ ഈ കണക്കെഴുതുന്ന കാര്യത്തിൽ നമുക്ക് ഇത് കണക്ക് പൂർത്തിയാക്കണം എന്ന രീതിയിലുള്ള ശുപാർശകൾ ഒരു 2002 മുതലുണ്ട് എൻ്റെ അറിവിൽ. ഒരു 24 കൊല്ലമായിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കണം. പലരും റിവ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ അക്കൗണ്ട് പൂർത്തിയാവുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കമ്പനികളെല്ലാം അക്കൗണ്ട് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ്വെയർ ഉണ്ട്, ടാലി പോലുള്ള നല്ല സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നമ്മുടെ പബ്ലിക് സെക്ടറുകൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇത്തരം ഒരു ശുപാർശ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓരോ വർഷവും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ട് അതൊരു ശുപാർശ ഇങ്ങനെ നടപ്പാക്കിയെടുക്കാനായിട്ട് സാധിക്കും? ഇതൊരു പുതിയ ശുപാർശയൊന്നുമല്ല. ഇത് 10-20 കൊല്ലമായിട്ട് ഇങ്ങനെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്കറിയാം അവിടെ ആളുകളെല്ലാം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫൈനാൻസ് വകുപ്പ് എപ്പോഴും റിവ്യൂ ചെയ്യുന്നതാണ്. ഞാൻ ഫിനാൻസ് ഉണ്ടായിരുന്ന കാലത്ത് റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ അത് ഒരു ആമുഖമായിട്ടുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇൻഡസ്ട്രീസ് വകുപ്പിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ്. കഴിഞ്ഞ വർഷം കുറേ പബ്ലിക് സെക്ടറുകൾ ലാഭത്തിലായി. അത് വളരെ ഒരു നല്ല കാര്യം. കാരണം മൊത്തം 27 കഴിഞ്ഞ വർഷം ലാഭത്തിലായി ഇൻഡസ്ട്രീസ് പബ്ലിക് സെക്ടർ. വളരെയധികം നല്ല രീതിയിലുള്ള ഒരു പുരോഗതി അവിടെ ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ്. അതിലൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ശുപാർശകളിലുള്ളതിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പം മൊത്തം കോൺട്രിബ്യൂഷൻ വരുമ്പോൾ, GSDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ഇന്ത്യയിലുള്ള പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് 149 ഇവിടെയാണെങ്കിലും GSDPയുടെ കോൺട്രിബ്യൂഷൻ അത്രയും വരുന്നില്ല. 3.7% ഉള്ളൂ GSDPയിലേക്ക് കേരള പബ്ലിക് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ. 5.7% ഇതിൻ്റെ പകുതി പബ്ലിക് സെക്ടറുള്ള പഞ്ചാബിലെ GSDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 5.7% ആണ്. അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം വേണ്ടത്ര ഈ എണ്ണ അനുസരിച്ചുള്ള ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം, ഇത് പണ്ട് മുതലേ തുടങ്ങിയ കമ്പനികളാണെങ്കിലും ഇതിന് വളരുന്നില്ല. വളർന്നാലേ GSDPയിലേക്ക് കോൺട്രിബ്യൂഷൻ വരുള്ളൂ. ഇപ്പോൾ വർഷങ്ങളോളം 10-30 വർഷം പഴക്കമുള്ള കമ്പനികൾ അത് തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് നിന്നത്, അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇൻ ടേംസ് ഓഫ്. കാരണം അവരുടെയൊക്കെ മൂലധനമൊക്കെ ഇറോഡ് ചെയ്ത് പോയി, നെഗറ്റീവായി പോയി നെറ്റ്വർത്ത്. പിന്നെ അതെങ്ങനെയാണ് GSDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം കോടി രൂപയാണ് ഇട്ടിരിക്കുന്നത് പബ്ലിക് സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ 1 ലക്ഷം കോടി രൂപ അതിലിട്ട കമ്പനികൾ അതിൽ നിന്നുള്ള റിട്ടേൺ
കുറച്ച് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് വഴിയൊക്കെ വരുന്നുണ്ട്, അത് ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ അതിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ള ഒരു റിട്ടേൺ വരണമെങ്കിൽ 1.5 ലക്ഷം ആളുകളെ എംപ്ലോയ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കേരളത്തിൽ പബ്ലിക് സെക്ടർ. വലിയൊരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രവുമാണ്, ധാരാളം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന മേഖലകളാണ്. ഈ പബ്ലിക് സെക്ടർ എല്ലാം എഫിഷ്യൻ്റ് ആയിട്ടങ്ങ് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അതിന് സാധിക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം എങ്ങനെ അതിലേക്ക് എത്തിക്കാൻ പറ്റും, അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പബ്ലിക് സെക്ടറിനെ എങ്ങനെ നല്ല എഫിഷ്യൻ്റാക്കി മാറ്റി അതിൻ്റെ ആ നെഗറ്റീവ് നെറ്റ്വർക്ക് ഉള്ള മാറ്റി എല്ലായിടത്തും അറ്റ്ലീസ്റ്റ് 0 നെറ്റ്വർക്ക് ആക്കിയെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജീരിയൽ സിസ്റ്റം അവിടെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇപ്പം അങ്ങോട്ട് കൊടുക്കുന്ന 13,000 കോടി രൂപ ഒരു വർഷം ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുന്നു, അത് മതിയാക്കി ഗവൺമെൻറ് അങ്ങോട്ട് പണം കൊടുക്കാതെ തന്നെ അവർ പണം ഇങ്ങോട്ട് തന്നില്ലെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുകയും ഈ കേരളത്തിൻ്റെ GSDP-യിലേക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ അവർക്ക് ഈ പബ്ലിക് സെക്ടർ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമുക്ക് നല്ല മാനേജീരിയൽ ടാലൻറ്റ്, നല്ല പിന്നെ ബോർഡ്, ഡിസിഷൻ മേക്കിങ്ങിന് വളരെ നല്ല ബോർഡ്, പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിനുള്ള MD അങ്ങനെയൊക്കെയുള്ള ആളുകളെ, നല്ല കഴിവുള്ള ആളുകളെ, മെറിറ്റ് അനുസരിച്ച് കഴിവുള്ള മാനേജീരിയലായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് വെക്കൽ, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അവർക്കുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കൽ. ഇപ്പം ഞാൻ പല കേന്ദ്ര പബ്ലിക് സെക്ടറിൻ്റെ ബോർഡിലും ഇരുന്നിട്ടുണ്ട്. NTPC, പിന്നെ പെട്രോളിയം കമ്പനികൾ, CPCL, അങ്ങനെ പല കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കണ്ടിരിക്കുന്നത് അതാത് കമ്പനികൾക്ക് വളരെയധികം ഓട്ടോണോമി ഉണ്ടെന്നുള്ളതാണ്. അവിടെ ആ കമ്പനികളുടെ തീരുമാനങ്ങൾ എടുക്കാൻ വിദഗ്ധരായിട്ടുള്ള ആളുകളെ എൻ്റെ മാനേജ്മെൻറ്റ് ബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ തീരുമാനം എടുക്കാനുള്ള ഓട്ടോണമി ഉണ്ട്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അവർ ഉത്തരവാദിത്വം, ഓട്ടോണമി മാത്രമല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ തീരുമാനങ്ങൾ എടുത്തിട്ട് നഷ്ടം വരാതെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അങ്ങനെ വന്നില്ലെങ്കിൽ അത് പബ്ലിക് സെക്ടറിന് മോശമായിട്ട് ഭവിക്കും എന്ന രീതിയിലുള്ള നിബന്ധനകളുമുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ഭരണ സംവിധാനം ഉള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ കറക്റ്റ് സമയത്ത് എടുക്കും, ലാഭം ഉണ്ടാക്കാൻ നോക്കും, വലുതാക്കാൻ നോക്കും. അപ്പം നമ്മളുടെ ഇവിടെ അത്ര ഒരു ശ്രമം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ കെൽട്രോൺ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് വളരെ വലിയൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ടേൺ ഓവർ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. 1000 കോടി രൂപ ആയിരുന്ന ടേൺ ഓവർ അവർ 1000 കോടിയിൽ താഴെയായിരുന്നു. കഴിഞ്ഞ വർഷം അവർ 1100 ആക്കി, ഈ വർഷം 1500 കോടിയാക്കാൻ നോക്കുകയാണ് കെൽട്രോൺ ടേൺ ഓവർ. അപ്പം ആ രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം ടേൺ ഓവർ വളരെയധികം വർദ്ധിക്കുകയും GSDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വർദ്ധിക്കുകയും എല്ലാവരും കൂടി അതിൻ്റെ ഈ നെഗറ്റീവ് നെറ്റ്വർക്ക് ഒഴിവാക്കിയെടുക്കുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു സിംറ്റം, അതങ്ങനെ നടക്കുന്നില്ല എന്നൊരു സിംറ്റം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ, ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്ത എല്ലാ മിനിറ്റ്സിലും എഴുതി വെച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻസ് ഡയറക്ടർ ഉടനെ പിരിച്ചു വിടണം, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ മിനിറ്റ്സിലും എഴുതിയിട്ടുണ്ട്. കാരണം ഒരു പബ്ലിക് സെക്ടറിൽ അതിൻ്റെ വരുന്നവും പോകുന്ന പണത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ പിന്നെ എന്താണ് അങ്ങോട്ട് പ്രയോജനം? അപ്പോൾ അത് ചെയ്യാത്ത രീതിയിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ വർഷം 66 പകുതി എണ്ണത്തിലെ അക്കൗണ്ടുള്ളൂ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് സെക്ടറിൽ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേണം അടുത്തതിനെ കുറിച്ച് ആലോചിക്കാൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എൻ്റെ അഭിപ്രായത്തിൽ അക്കൗണ്ടുകൾ എങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും, അതാണ് ആദ്യമുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ നമുക്ക് നല്ല മാനേജീരിയൽ ടാലൻറ്റ്, കഴിവുള്ള ആളുകളെ, അതിൻ്റെ തീരുമാനം എടുക്കാൻ കഴിവുള്ള ഏബിളായിട്ടുള്ള ആളുകളെ എങ്ങനെ അവിടെ കൊണ്ടുവരാൻ പറ്റും. 3ാമത് പോയിന്റ്, അവർക്ക് തീരുമാനം എടുക്കാനും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ അതിനെ ഡയറക്ടർ ബോർഡിന് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, ഓട്ടോണോമി എങ്ങനെ കൊടുക്കാൻ പറ്റും. 4ാമത്തെ പോയിന്റ്, അവിടുത്തെ എല്ലാ ആളുകളും ഇത് എൻ്റെ സ്ഥാപനമാണെന്നും ഈ സ്ഥാപനം നന്നാവണമെന്നും ഈ സ്ഥാപനം സ്റ്റേറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് സ്റ്റേറ്റിനോട് ഈ സ്ഥാപനത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അപ്പോൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തിരിച്ചു നൽകാനുള്ള ഒരു ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവിടെയുള്ള എല്ലാ ആളുകൾക്കും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അത് അടുത്ത ഒരു പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തം ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്, ഒരു മാനേജീരിയൽ ഇക്കോ സിസ്റ്റം. ഈ മാനേജീരിയൽ ഇക്കോ സിസ്റ്റത്തിൽ ഇല്ലാത്ത ചില കമ്പോണൻസ് അത് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് പൈസ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, 1000 കോടി അതിലുണ്ട്, അത് മുഴുവൻ വേസ്റ്റ് ആവുമെന്ന് മാത്രമല്ല, ഈ വർഷം അങ്ങോട്ട് ഇപ്പം തന്നെ 149 18 പല ഭീഷണി നേരിടുകയാണ്, അടച്ചുപൂട്ടലായിരിക്കാം, പലതരത്തിലുള്ള ഭീഷണിയിലാണ്. അപ്പോൾ ഇത് ഒഴിവാക്കി ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും എംപ്ലോയ്മെൻ്റ് രംഗത്ത്, കേരളത്തിൻ്റെ GSDP-യുടെ രംഗത്ത്, കേരളത്തിൻ്റെ ടാക്സ് വരുമാനത്തിൻ്റെ രംഗത്ത്,
അതെല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അവരുടെ കോൺട്രിബ്യൂഷനിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ശുപാർശകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒക്കെ ഇത് വലിയ വലിയ പിന്നെ വിദഗ്ധന്മാരുടെ കമ്മിറ്റികൾ പല പ്രാവശ്യമൊക്കെ എഴുതി പല റിപ്പോർട്ടുകളൊക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ്. പുതിയ പുതിയ ശുപാർശകളൊന്നും അത്ഭുതകരമായ ശുപാർശകളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ എക്സിക്യൂഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പബ്ലിക് സെക്ടറിൻ്റെ രംഗത്ത് ഉള്ളതുപോലെ തന്നെ കേരളത്തിൽ മിക്കവാറും എല്ലാ രംഗത്തും ഈ പ്രശ്നം ഉണ്ട്. അതായത് ശുപാർശകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, വളരെ നന്നായിട്ടുണ്ടാകും. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലുള്ള വൈദഗ്ധ്യം നമ്മളിൽ കുറച്ച് കുറവാണ് എന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഈ സെമിനാർ ഇവിടെ ഉരുത്തിരിയുന്ന ശുപാർശകൾ വളരെ ശക്തമായ രീതിയിൽ നടപ്പാക്കുവാനും അതുപോലെ പബ്ലിക് സെക്ടറിൻ്റെ രംഗത്ത് ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തുവാനും, എണ്ണത്തിൽ മാത്രമല്ല എണ്ണത്തിൽ നമ്മൾ ഓൾറെഡി നമ്പർ 1 ആണ്. പക്ഷേ ഗുണത്തിൽ കൂടി നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1, മറ്റു പല സ്റ്റേറ്റുകളെക്കാളും നമ്മൾ മെച്ചപ്പെട്ട പബ്ലിക് സെക്ടർ ഇവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളെക്കാളും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പബ്ലിക് സെക്ടർ ഇവിടെയാണ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു തലത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കണം. അതിന് ഈ ചർച്ച അതിന് ഉപയോഗമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.